ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാർച്ച് 15 ശുക്ലപക്ഷ ഷഷ്ടിയാണ്. വലിയ വിശേഷമുള്ള ഷഷ്ടിയാണ്, ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയാണ്. അപ്പോൾ ഷഷ്ടിവ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വെള്ളിയാഴ്ച ഷഷ്ടിവ്രതമായതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം ശുദ്ധാഹാരത്തിലിരുന്ന് ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ഇരിക്കണം. ബാക്കി 2 സമയങ്ങളിലും നമുക്ക് ഗോതമ്പ്, അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. അതിൽ രാവിലെ ഗോതമ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതും സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. പിറ്റേ ദിവസം, അതായത് മാർച്ച് 15 വെള്ളിയാഴ്ച ദിവസം ഷഷ്ടിവ്രതം എടുക്കുന്ന ആളുകളെല്ലാവരും തന്നെ രാവിലെ മുരുകക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് മുരുകക്ഷേത്രം ഇല്ല, നമുക്ക് രാവിലെ ജോലിക്ക് പോകണം, കുറച്ച് ദൂരെയാണ്, അല്ലെങ്കിൽ അടുത്ത് തന്നെ ആയാലും ചിലപ്പം രാവിലെയൊക്കെ നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ ചിലപ്പം ബുദ്ധിമുട്ട് വന്നെന്നിരിക്കും, പറ്റില്ല, ചില സാഹചര്യങ്ങൾ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രാവിലെ വിളക്ക് കത്തിച്ച് ഓം മുരുകായ നമ, അല്ലെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമ, അതല്ലെങ്കിൽ ഓം ശരവണഭവായ നമ എന്ന് 11 തവണ, 9 തവണ, 108 തവണ, 21 തവണ, അതല്ലെങ്കിൽ അനന്തമായി എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രത്തോളം തവണ ജപിക്കുക. ജോലി ചെയ്യുമ്പോഴൊക്കെ ജപിക്കുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ജപിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ജോലി എടുക്കുമ്പോഴും ഭഗവാന്റെ ആ രൂപം, ആ പ്രാർത്ഥന മനസ്സിലോർത്തുകൊണ്ട് ഇരിക്കുക. ഇനി ആഹാര രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ഷഷ്ടിവ്രതം എടുക്കും. പൂർണ്ണ ഉപവാസം എടുക്കും. ഒരു നേരം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് മറ്റ് 2 നേരങ്ങളിലും നമ്മൾ ഒരിക്കലെടുക്കുന്ന രീതിയിൽ, അതായത് അസുഖമുള്ളവർ, ജോലിക്ക് പോകുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒരു നേരം അരിഭക്ഷണം കഴിച്ചുകൊണ്ട്, ഒരു നേരം അരിഭക്ഷണം, ബാക്കി 2 സമയങ്ങളിലും പഴങ്ങളുമൊക്കെ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കും, ഉപവസിക്കും. അതല്ല 3 നേരവും പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടെടുക്കാം, ജലം കുടിച്ചുകൊണ്ടെടുക്കാം. ഇതൊക്കെ ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് അതേ രീതിയിൽ ചെയ്യാം. ക്ഷേത്രത്തിൽ നിന്ന് ചോറ് മേടിച്ച് കഴിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച്, ഇനി ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് മറ്റ് 2 സമയങ്ങളിലും ആഹാരം കഴിക്കാതെ ഇരുന്ന് നമുക്ക് വ്രതമെടുക്കാം. ഏത് രീതിയിലാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ സാഹചര്യം, അതനുസരിച്ചിട്ട് ആഹാരത്തെ ചിട്ടപ്പെടുത്തുക. പ്രാർത്ഥനയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ത്രിസന്ധ്യകളിലും പ്രാർത്ഥിക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക. അല്ലാത്ത ഇടസമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. ഈ 3 സമയവും നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ശനിയാഴ്ച ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ച് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ല, വീട്ടിലാണെങ്കിൽ വീട്ടിൽ നമ്മൾ ഏകാദശിക്കൊക്കെ വ്രതം അവസാനിപ്പിക്കുന്നത് പോലെ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം കിണ്ടിയിൽ വെച്ചിരിക്കുന്ന ജലം, അതല്ലെങ്കിൽ പാത്രത്തിൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ജലം തീർത്ഥമായി സമർപ്പിച്ച് സങ്കൽപ്പിച്ച് നമ്മൾ കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഭഗവാന് പഴങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് കൂടെ കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. നമുക്കിഷ്ടമുള്ള വഴിപാടുകളൊക്കെ ഭഗവാന് ചെയ്യാം. ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കാം, മഞ്ഞപ്പട്ട് സമർപ്പിക്കാം, അതൊക്കെ ചെയ്യാം. പഞ്ചാമൃത വഴിപാടുകൾ സമർപ്പിക്കാം, അർച്ചന ചെയ്യാം. നമുക്ക് ഏത് ആണോ നമ്മുടെ സാഹചര്യം, ഇച്ചിരി എണ്ണ മേടിച്ച് ഭഗവാന് കൊടുക്കാം, അല്ലെങ്കിൽ 1 രൂപ കാണിക്കയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യഥാശക്തി വഴിപാടുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ കടം മേടിച്ചോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള വഴിപാടുകളൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും ഭഗവാൻ സ്വീകരിക്കുകയില്ല. യഥാശക്തിയാണ് നമ്മളെപ്പോഴും വഴിപാടുകൾ ചെയ്യേണ്ടത്. പ്രാർത്ഥനയാണ് ഭഗവാന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നാമം ചൊല്ലുക, ജപിക്കുക. ഇനി വ്രതമെടുക്കാത്തവരാണെങ്കിലും ശുദ്ധാഹാരത്തിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 ദിവസവും ശുദ്ധാഹാരത്തിലിരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പരമാവധി സമയം വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി വ്രതമെടുത്തവരാണെങ്കിലും വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളും ശുദ്ധാഹാരത്തിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ 3 ദിവസവും നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യം. കാരണം നമ്മളൊരു വ്രതം എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ തീർത്ഥം കുടിച്ച്
നമ്മുടെ വ്രതം അവസാനിപ്പിച്ചാലും നമ്മുടെ ആ ഒരു വ്രതത്തിൻ്റെ ആ ഒരു ശുദ്ധി നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. പെട്ടെന്ന് തന്നെ ആ ശരീരത്തെ നമ്മൾ അജ്ഞാനപ്പെടുത്തരുത്. അതുകൊണ്ടാണ് പിറ്റേ ദിവസവും നമ്മൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊന്നും കഴിക്കണ്ട എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഷഷ്ടിയും ഏകാദശിയും ഒക്കെ എടുത്ത് ആ 3 ദിവസവും നമ്മൾ ശുദ്ധാഹാരത്തിലൊക്കെ ഇരുന്ന് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് കൂടുതൽ ജലമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഉപവസിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അത്രയും ദിവസം നമ്മൾ കഴിച്ച മാലിന്യമുക്തമായ നമ്മുടെ ആഹാരത്തിൻ്റെ വിഷങ്ങളെല്ലാം ഈ 3 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പല വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമുക്കൊരു സംരക്ഷണം ഉണ്ടാകും. ഇനി എന്തിനാണ് നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത്? ഭഗവാൻ വേലായുധ സ്വാമിയെ പ്രസാദിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അത്യാവശ്യമായ കാര്യമാണ്. കാരണം അദ്ദേഹം ആരാണ്? മഹാജ്യോതിഷിയാണ്. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും കാരണം എന്താണ്? മുൻജന്മങ്ങൾ നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബദോഷമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്ത ദോഷങ്ങളായിരിക്കാം. കാരണം ചില കാര്യങ്ങൾ നമ്മൾ എത്ര ചെയ്താലും അതിനൊന്നും ഒരു ഫലം കിട്ടാതെ ഇരിക്കും, ഒന്നിനും ഒരു ഉയർച്ച ഉണ്ടാവാതിരിക്കും, എഴുന്നേറ്റമില്ലാതിരിക്കും, പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അനുഭവിക്കും. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മുക്തനാക്കുന്നതിന് മഹാജ്യോതിഷിയായ വേലായുധ സ്വാമിക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ സൽസന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ഉണ്ടായ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ ഉത്തമമാണ്. കാരണം കുമാരനാണ്, അതായത് കാർത്തികമാരുടെ കുമാരനാണ്. അവർക്ക് അത്രയും അമ്മയോട് വലിയ പ്രിയമാണ് ഭഗവാന്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പറയും. അപ്പം നമുക്ക് എത്ര വലിയ കാര്യമുണ്ടായാലും നമ്മുടെ കുട്ടികൾക്കൊരു നന്മയില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് എപ്പോഴും അവർ നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛന്മാർ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ നല്ലതാണ്, വലിയ പ്രാധാന്യമാണ്, അതിനൊരുപാട് ഫലം ചെയ്യും. അപ്പോൾ ഇത്തവണ ഞാൻ നിങ്ങൾക്കൊരു നാമം പറഞ്ഞു തരാം. ഭഗവാന് വലിയ വിശേഷപ്പെട്ട ഒരു നാമമാണ്, കേട്ടോളൂ. ജ്ഞാന ശക്തിധര സ്കന്ദവള്ളി കല്യാണ സുന്ദര ദേവസേന മനകാന്ത കാർത്തികേയ നമോസ്തുതേ. ഇത് ഭഗവാനെ സ്തുതിക്കുന്നതിന് മുരുകസ്തുതിയാണ്. ജ്ഞാനശക്തിധര സ്കന്ദവള്ളി കല്യാണ സുന്ദര ദേവസേന മനകാന്ത കാർത്തികേയ നമോസ്തുതേ. അതായത് വള്ളിയുടെയും ദേവസേനയുടെയും പതിയാണ് ആര്? മുരുകൻ, വേലായുധ സ്വാമി അല്ലേ? വള്ളി ആരാണ്? ഒരു ആദിവാസി സ്ത്രീയാണ് വള്ളി. അതേപോലെ തന്നെ ദേവസേന ആരാണ്? ദേവേന്ദ്രൻ്റെ മകളാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോളൂ. ഒന്ന് ഒരു ആദിവാസി സ്ത്രീയും കാട്ടിൽ താമസിക്കുന്ന ഒരു ആദിവാസി സ്ത്രീയാണ്, മറ്റേത് ദേവേന്ദ്രൻ്റെ മകളായ ദേവസേനയാണ്. അപ്പോൾ ഭഗവാൻ അന്തരമില്ല, ആരും തമ്മിലൊരു അന്തരമില്ല. തൻ്റെ 2 പ്രിയ പത്നിമാരാണ് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത്. ഭഗവാൻ ഇതൊന്നും ഒരു അന്തരമില്ല എന്നാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ചൊല്ലി ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. 21 തവണ ജപിക്കാം, 11 തവണ ജപിക്കാം, 7 തവണ ജപിക്കാം, 6 തവണ ജപിക്കാം. ഇതൊക്കെ വലിയ വിശേഷമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ എഴുതിയെടുത്തിട്ട് അങ്ങനെ പ്രാർത്ഥിക്കൂ. പലർക്കും അറിയാമായിരിക്കും ഇത് മുരുകസ്തുതിയാണ്. ഭഗവാന് വലിയ വിശേഷമാണ്. കാരണം എല്ലാ ദേവന്മാർക്കും അവരെ സ്തുതിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചൊവ്വാദോഷമുള്ളവർ, ചൊവ്വാഗ്രഹത്തിൻ്റെ ദോഷമുള്ളവർ, അതുപോലെ തന്നെ ഇപ്പം ചൊവ്വാദശയിൽ ഉള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ദൈവാധീനക്കുറവുള്ളവർ, ഇവരൊക്കെ വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം വലിയ വലിയ ഫലങ്ങളാണ് വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, എത്ര നാരങ്ങ കൊണ്ടാണ് വേലായുധ സ്വാമിക്ക് മാല കെട്ടിക്കൊടുക്കേണ്ടത് എന്ന്. കണ്ടിട്ടില്ലാത്തവരെല്ലാം ആ വീഡിയോ ഒന്ന് കാണണം.
നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവർക്കും പറ്റുന്നെങ്കിൽ അവരവരുടെ കൈകൾ കൊണ്ട് നാരങ്ങ മേടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി തുടച്ച് ഒരു വലിയ സൂചി, നമ്മൾ ഈ ചാക്കൊക്കെ തയ്ക്കുന്ന സൂചി ഉണ്ടല്ലോ, ആ സൂചിയും ടൊയിൻ നൂല് കിട്ടും. ആ ടൊയിൻ നൂല് 2 മടക്കായിട്ട് എടുത്തിട്ട് നമുക്ക് കോർത്ത് ഭഗവാന് നമ്മുടെ കൈകൾ കൊണ്ട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വലിയ വിശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യാൽ ഭഗവാൻ ഒരു കാര്യം കൊടുക്കുമ്പോൾ അത് വലിയ വിശേഷമാണ്. അപ്പോൾ മാല കെട്ടാൻ അറിയാൻ മേലാത്തവർക്ക് പോലും നാരങ്ങാമാല കോർക്കാൻ എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അത് അവിടുന്ന് തന്നെ തിരിച്ചു തരും. ആ തിരിച്ചു തരുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ചാറൊക്കെ ഇട്ട് കഴിക്കാം. അച്ചാറൊക്കെ ഇട്ട് കഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ കൂടെ കഴിക്കാതിരിക്കുന്നത് ആണ് ഉത്തമം. അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ ഇടിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ചേർത്ത് നമ്മൾ അച്ചാറുണ്ടാക്കും ചിലർ. അപ്പോൾ ആ വെളുത്തുള്ളി ചേർക്കാതിരിക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർക്കാതെ ഒരു നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾ നല്ല വ്രത സമയത്തുമൊക്കെ ആ അച്ചാർ ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ അച്ചാറും കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ചോറുണ്ട്. അപ്പോൾ ഏകാദശി വരുന്നു, ഒരു നേരം നമ്മൾ ഭക്ഷണം തലേ ദിവസം നമ്മൾ ഒരിക്കൽ ഉണ്ണുന്നു, പിറ്റേ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വ്രത ദിവസങ്ങളൊക്കെ ഈ അച്ചാറെടുത്ത് ഉപയോഗിക്കാം. അതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളി ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ കൂടെ ഉപയോഗിക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇനി എന്തിനാണ് നമ്മൾ ഷഷ്ഠിവ്രതം എടുക്കുന്നത്? ഭഗവാന്റെ ശൂരപത്മനെ വധിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഷഷ്ഠിവ്രതം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയമാണ്. അതാണ് ഷഷ്ഠിവ്രതത്തിൻ്റെ ആ പ്രാധാന്യം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പക്ഷി ആരാണ്? വാഹനം മയിലാണ് അല്ലേ? ആ മയിലിൻ്റെ പേരെന്താണെന്നറിയാമോ? ശിവപുരാണം അനുസരിച്ചിട്ട് ആ മയിലിൻ്റെ പേര് ചിത്രബർഹണ എന്നാണ്. ശിവപുരാണം അനുസരിച്ചിട്ട് മയിലിൻ്റെ പേര് ചിത്രബർഹണ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മയിൽ തൻ്റെ പക്ഷിയായി തിരഞ്ഞെടുത്തത്, തൻ്റെ വാഹനമായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മയിലൊരു പാമ്പിനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ചീത്തപ്പാമ്പാണത്. പാമ്പുകൾ തന്നെ 2 തരമുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ദുഷ്ടത, അതല്ലെങ്കിൽ അജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊന്നു തിന്നുന്നവനാണ് ആരെന്ന് പറയുന്നത്? മയിൽ. പാമ്പുകളുടെ ശത്രുവാണ് മയിൽ. പാമ്പിനെ കണ്ടാൽ മയിൽ കടിച്ചു കൊല്ലും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള അധമ ചിന്തകളെയും ദുഷ്ടത്തരങ്ങളെയും അസൂയയും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു രൂപമാണ് ആ പാമ്പെന്ന് പറയുന്നത്. ആ പാമ്പിനെ നശിപ്പിക്കുന്നവനാണ് മയിൽ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം തൻ്റെ വാഹനമായി മയിലിനെ തിരഞ്ഞെടുത്തത്. മയിലിനെ കൊടുത്തത് ദേവേന്ദ്രനാണെന്നാണ് പറയുന്നത്. മയിലിൻ്റെ പേര് ചിത്രബർഹണ. ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും ഷഷ്ഠിവ്രതം എടുക്കുക. ഇനി വ്രതം എടുക്കാൻ പറ്റാത്തവരെല്ലാം ശുദ്ധാഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി ശുദ്ധാഹാരത്തിലിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അന്നത്തെ ദിവസം കുളിച്ച് വൃത്തിയായി ഭഗവാനെ 2 നേരവും വിളിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും വരാനില്ല, എന്നാൽ ഗുണങ്ങൾ മാത്രമേ കിട്ടാനുള്ളൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.